ഇതിന്റെ അപ്പുറത്ത് ഇതോടൊന്ന് പറയാമോ? ഇത് ഈ പാടശേഖരം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിൽ പെടുന്ന 13-ാം വാർഡിലെ ആമ്പൽപ്പാടമാണ്. മലരിക്കൽ ആമ്പൽപ്പാടം എന്ന് പറയും. ഇത് അവിടുന്ന് നമ്മൾ ഒരു ബോട്ടിങ്ങിലൂടെ ഒരു 3 കിലോമീറ്റർ അകലെ വന്ന് കായൽ മേഖലയിലുള്ള ആമ്പലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണ് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ആഴം ഒരാൾ വെള്ളത്തിൽ കൂടുതലുണ്ട് ഈ പാടത്ത്. എന്നാൽ ഇതിൻ്റെ മോട്ടോർ തോട്ടിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കഴുകോല് താന്നുപോയി ഇത്രയും ആഴമുണ്ട്. അതായത് 2 ആൾ വെള്ളമുണ്ട്. ഇത് വെള്ളം പമ്പ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിനുണ്ടാക്കിയിരിക്കുന്ന തോടാണ് മോട്ടോർ തോടെന്ന് പറയും. അതുപോലെ തന്നെ ഇതിനപ്പുറം പടിഞ്ഞാറ് ആലപ്പുഴ ജില്ലയാണ്. ഈ നമ്മൾ വന്ന ഏരിയയിൽ നിന്ന് 2 പാടം കഴിഞ്ഞാൽ വേമ്പനാട് കായലും അതുപോലെ തന്നെ ഈ പാടല്ലേ ഈ കാണുന്ന പാടം, ഈ കാണുന്ന പാടത്തിന് തൊട്ടപ്പുറത്ത് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിൽപ്പെട്ട കുട്ടനാട് പാടമാണ്. കുട്ടനാട് ഇത് അപ്പർ കുട്ടനാടാണ്. അങ്ങനെയാണ്. ഇത് കോട്ടയം ജില്ല. ഈ ഒരു വരമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ല. അപ്പുറം 2 ജില്ലകളാണെങ്കിലും അവിടെയും ഇതുപോലെ ആമ്പലുണ്ട്. പക്ഷേ പോക്കുവരവിനുള്ള അസൗകര്യം കൊണ്ട് അവിടെ ഇല്ല, ടൂറിസം പരിപാടി നടക്കുന്നില്ല. അവിടെ നമുക്ക് ഇതേപോലെ എവിടെ ആ വഴി വന്ന് നമുക്ക് ഇതേപോലെ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം കൂടുതലാണ്. അതെ. അതുകൊണ്ടാണ് അപ്പുറത്തെ ജില്ലയിൽ അതില്ല. പിന്നെ ഇതിന്റെ അപ്പുറം നമ്മളെ മുരിക്കന്റെ കായൽ എന്നൊക്കെ പറയുന്ന റാണി ചിത്തിര മാർത്താണ്ഡ എന്ന് പറയുന്ന കായലുകളൊക്കെ വേമ്പനാട് കായലിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ആ വേമ്പനാട് കായൽ വളച്ചു കെട്ടി അത് ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്ന കാലത്ത് രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം നിർമ്മിച്ച കണ്ടങ്ങളാണ്, അതായത് നിലമാണ്. അതിലൂടെയാണ് ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കിയത്. അതിന് മുൻകൈ എടുത്ത ഒരാളാണ് മുരിക്കൻ. അതാണ് അദ്ദേഹത്തിന്റെ പേര് വന്നത്. അതെ, അതുമാത്രമല്ല ആ പുള്ളിയാണ് ഇത് കുത്താനുള്ള ആളുകളെ സജ്ജീകരിച്ചത്. രാജാവിന്റെ ഉത്തരവ് പ്രകാരം ചിത്തിര, റാണി, മാർത്താണ്ഡ ഇത് കുത്തി വെള്ളം പറ്റിച്ചു കഴിഞ്ഞ് വിത്തെറിയാനായിട്ട് രാജാവ് വന്നെന്നാ പറയുന്നത്. നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും പൂർവികരും ഇന്ന് അതിന്റെ ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രം സത്യമാണിത്. അതുമൊക്കെ ഈ പാടവും ഒക്കെ ഒരു പക്ഷേ വേമ്പനാട് കായലിന്റെ ഭാഗമായിരിക്കാം. ഇതുമൊക്കെ വളച്ചു കുത്തിയെടുത്താ. അപ്പം ഇത് നമ്മൾ കാണുമ്പോൾ നിസ്സാരമല്ല. ഇവിടെ പണ്ട് നെല്ല് കൊയ്യുകയും കറ്റ മെതിക്കുകയും കറ്റ കെട്ടിച്ചുമന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു. അതൊക്കെ 30 വർഷത്തിന് മുമ്പ് ഇതിവിടെ കൈക്ക് കൊയ്യുന്ന ഒരു സംവിധാനമായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് മിഷ്യൻ വന്ന്, കൊയ്ത്ത് മിഷ്യൻ വന്നാണ് ഇപ്പം പാടം മുഴുവൻ കൊയ്യുന്നത്. അത് മഴക്കാലമായാൽ കൃഷിക്കാർക്ക് ദോഷമാണ്. അങ്ങനെ കൊയ്യാൻ പറ്റാതെ വരും. അങ്ങനെ കൃഷി നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത്രേ ഉള്ളൂ. ഇതിന്റെ തോട് മോട്ടോർ തോട്. മോട്ടോർ തോട് കറക്റ്റ്. മോട്ടോർ തോട് എന്ന് പറയും. ഇവിടെ ഈ പാടശേഖരത്തിന് 10 മോട്ടോർ തറയുണ്ട്. 10 എണ്ണം വെച്ച് രാപകല് പമ്പ് ചെയ്ത് വെള്ളം പറ്റിക്കുന്നു. 1 മാസം കൊണ്ട് വെള്ളം പറ്റിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കാൻ ട്രാക്ടർ, ടില്ലർ ഇവ ഉപയോഗിച്ച് ഈ കള, അതായത് ഈ ആമ്പലെല്ലാം നശിപ്പിച്ചതിന് ശേഷമാണ് കൃഷി ഇറക്കുന്നത്. അത് 4 മാസമാണ് നെല്ലിന്റെ വളർച്ചയും അതിന്റെ വിളവെടുപ്പിന്റെ സമയവും. പക്ഷേ 2 മാസം ഇതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യണം. അതായത് വെള്ളം പറ്റിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ വരമ്പ് ഇവിടെ കാണിക്കാം. അത് അവിടെ വെള്ളക്കുറവ് കാണിക്കാം. അതായത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. വരമ്പല്ലേ? ഇതാണ് വരമ്പ്. ഇതാണ് പാടം, നെൽകൃഷി. ഇത് മോട്ടോർ തോടാണ്. ഇത് മോട്ടോർ തോട്. ശരിക്കും ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി ഈ മോട്ടോർ തോട് വഴി വറ്റി നേരെ പുഴയിലേക്ക്, കായലിലേക്ക് പോകും. അതെ, അങ്ങനെയാണ് നെൽകൃഷി ചെയ്യുന്നത്. ഇത് എത്ര ദിവസം കൊണ്ട് പറ്റും? ഒരു 15 ദിവസം കൊണ്ട് പറ്റും? ഒരു മാസം എടുക്കും. ഒരു മാസം. പ്രകൃതി ദോഷം ചെയ്തില്ലെങ്കിൽ, അതായത് മഴയും വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഇല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് പറ്റും. ഇല്ലെങ്കിൽ ഒരു മാസം പോകും. എത്ര മോട്ടോർ യൂസ് ചെയ്യും ശരിക്കും? 10 മോട്ടോർ ഓടും. 50 HP ആണോ?
50, 60 HP ഓരോ സ്ഥലത്തും വെക്കുന്നത് 50-ന് മുകളിലോട്ടുള്ള അതെ 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 പരമാവധി 80 വരെ വരും. 80 HP ഒക്കെ വെച്ച് കോമൺ ആയിട്ട് ഓരോ പാടത്തുനിന്നും വെള്ളം വറ്റിച്ച് നേരെ മോട്ടോർ തോട്ടിക്കാക്കി മോട്ടോർ തോടുന്ന് നേരെ കായലിലേക്ക് പുഴയിലേക്ക് അത് കടലിലേക്ക് അങ്ങനെ പോകുന്നു. അപ്പോൾ ഓക്കെ, നമ്മുടെ എപ്പിസോഡ് എല്ലാം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഈ ആമ്പലപ്പാടത്ത് വേറൊരു എപ്പിസോഡ് ഉണ്ടാവില്ല. നെക്സ്റ്റ് എപ്പിസോഡിൽ വേറെ സ്ഥലമായിട്ട് കാണാം. ചേട്ടൻ്റെ പേരെന്ന് പറയൂ. എൻ്റെ പേര് കുഞ്ഞുഞ്ഞപ്പൻ എന്നാണ്. ഞാൻ ഈ പ്രദേശവാസിയാണ്. എനിക്ക് ഈ പാടത്ത് നിലമുണ്ട്. ഞാൻ ഒരു കൃഷിക്കാരനാണ്, ചെറിയ കൃഷിക്കാരനാണ്. ഓക്കെ. എൻ്റെ ഉപജീവന മാർഗമാണ് ഈ നെൽകൃഷി. ഫസ്റ്റ് അതാണ്. ഇത് ഒരു ഈ സീസൺ വരുമ്പോൾ ഇതിനും മെനക്കെടുന്നു. എന്തായാലും വളരെ കോപ്പറേറ്റീവ് മൈൻഡാണ്, നല്ല മൈൻഡാണ്. ചേട്ടൻ്റെ സെൽ നമ്പർ ഒന്ന് പറയൂ, മൊബൈൽ നമ്പർ പറയൂ. 95 62 71 29 27. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പോൾ ചേട്ടനെ കണ്ടില്ലേ, എല്ലാവരും ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ചേട്ടൻ വളരെ മനോഹരമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മുടെ സൗകര്യം നിർത്തി എല്ലാ കാഴ്ചകളും കാണാൻ ചേട്ടൻ വളരെ വളരെ കോപ്പറേറ്റീവാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ ഓഫ് യു. ഒരു ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. വിനോദ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞോ? ഓക്കെ 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 ഓക്കെ. മെല്ലെ സൂക്ഷിച്ച് ഓരോ സ്റ്റെപ്പും പതുക്കെ സൂക്ഷിച്ച് വെക്കണേ. ഓക്കെ, താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ ഓഫ് യു.